എത്രയും ദയുള്ള മാതാവേ, നിന്റെ സംഗീതത്തിനോടി വന്ന് ഒരു കേട്ട് നോക്കണമേ. കന്യയുടെ രാജ്ഞി ദയുള്ള മാതാവേ, ഞാൻ അടുത്തു വരുന്നു. കണ്ണികളുടെ കൂടെ ദേവചൂണ്ട സമയം നിൽക്കുന്നു. അവരുടെ മാതാവേ, അവരെ ക്ഷമിക്കാതെ ദേവപൂർവ്വം കേട്ടണമേ. അടിസ്ഥാനപരമായിട്ട് എടുക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യമാണ്. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളാണ് വലിപ്പവും ചെറുപ്പവും ഒക്കെ ഉണ്ടാക്കുന്നത്. വലിയവൻ വിളിക്കുന്നതും സ്വർഗസ്ഥനായ പിതാവേ എന്നാണ്, ചെറിയവൻ വിളിക്കുന്നതും സ്വർഗസ്ഥനായ പിതാവേ എന്നാണ്, വിദ്യാസമ്പന്നൻ വിളിക്കുന്നതും സ്വർഗസ്ഥനായ പിതാവേ എന്നാണ്, വിദ്യയില്ലാത്തവൻ വിളിക്കുന്നതും സ്വർഗസ്ഥനായ പിതാവേ എന്നാണ്. ധനവാൻ പറയുന്നതും സ്വർഗസ്ഥനായ പിതാവേ എന്നാണ്, ദരിദ്രൻ പറയുന്നതും സ്വർഗസ്ഥനായ പിതാവാണ്. മനുഷ്യൻ എന്നുള്ള ആ ഒരു ചിന്ത വിട്ടിട്ട് നമ്മളിൽ തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന് അവിടെ ഇടപെടേണ്ടതായി വരും. നമ്മൾ ചെറിയവരെന്നും എളിയവരെന്നും തള്ളിക്കളയുന്നവരെ പലരെയും ദൈവത്തിനാൻ നമ്മുടെ കൺമുമ്പിൽ വലുതാക്കി മാറ്റുന്നത് നിങ്ങളെല്ലാവരും ജീവിതയാത്രയിൽ കണ്ടിട്ടുണ്ടാകും. നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. വേദപുസ്തകത്തിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഞാൻ ഇന്ന് കടന്നു വരുന്നത് ആളുകൾ എഴുതി തള്ളിയവരെ ദൈവം എങ്ങനെ വലുതാക്കി എന്നുള്ളതിനെ പറ്റി സംസാരിക്കാനായിട്ടാണ്. അപ്പൊ നമുക്കറിയാം, യേശുവിന്റെ വംശാവലി മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. വംശാവലി എന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അപ്പച്ചന്, എൻ്റെ വല്യപ്പച്ചന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ വംശാവലിയാണ്. അതുപോലെ യേശുവിന്റെ വംശാവലിയിൽ ഭൂരിഭാഗം പുരുഷന്മാരെ പറ്റി പറഞ്ഞിട്ട് 4 സ്ത്രീകളെ പറ്റി മാത്രം പറയുന്നുണ്ട്. അവരുടെ പേരുകൾ താമാർ, റാഹാബ്, റൂത്ത്, മറിയം. താമാർ, റാഹാബ്, റൂത്ത്, മറിയം. യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ഈ അമ്മമാർ വരുമ്പോൾ ഈ അമ്മമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് കുറവുണ്ടായിരുന്നു. ഇതിൽ മറിയത്തെ പറ്റിയും റൂത്തിനെ പറ്റി പരാതികളൊന്നും പറയാനില്ല. റാഹാബിനെ പറ്റി പരാതികൾ പറയാനായിട്ടുണ്ട്, താമാറിനെ പറ്റി പരാതികൾ പറയാനായിട്ടുണ്ട്. അങ്ങനെ പരാതി പറയാവുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ കർത്താവ് ശ്രദ്ധിച്ചു നോക്കുക, അവരെ തന്റെ വെല്ലുമിച്ചിയമാരായിട്ട് ഇരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ വെല്ലുമിച്ചയായിട്ട് വരുന്ന താമാറും റാഹാബും ഒന്നും ശ്രേഷ്ഠരായ മനുഷ്യരായിരുന്നില്ല. ഇത്തരായ വ്യക്തികളെ കർത്താവ് തന്നിലേക്ക് കൂട്ടിച്ചേർക്കും, തന്റെ ജീനിയോളജിയിൽ, തന്റെ വംശാവലിയിൽ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കുറവുകളുള്ളത് കൊണ്ട് ദൈവത്തിൽ നിന്നും ദൈവം നമ്മളെ പറിച്ചു മാറ്റുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ എനിക്ക് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. എനിക്ക് പള്ളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആരുടെ മുഖത്ത് നോക്കാൻ മേല, അതുകൊണ്ട് ഞാൻ വരത്തില്ല. എൻ്റെ കുടുംബം ശരിയല്ല, എൻ്റെ വീട്ടുകാർ ശരിയല്ല, അതുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോകുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ ശരിയല്ല, അതുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോകുന്നില്ല. ഉടനെ നമ്മൾ കട്ട് ചെയ്യുന്നത് ദൈവബന്ധമാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഒരു പ്രയാസം വന്നാൽ ഉടനെ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ദൈവബന്ധമാണ്. പള്ളിയിൽ ആരോടെങ്കിലും പണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ദൈവബന്ധമാണ്. ദൈവബന്ധത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ എത്ര കുറവുണ്ടായാലും ആ കുറവിനെ നികത്തുന്നവനാണ് എൻ്റെ ദൈവം. എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കിയാൽ ആരുടെ മുമ്പിൽ മുട്ടുമടക്കാനായിട്ട് എൻ്റെ ദൈവം എന്നെ വിടുകയില്ല. ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞാൽ ആരുടെ മുമ്പിലും കരയാൻ എൻ്റെ കർത്താവ് എന്നെ വിടത്തില്ല. ഇത് നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രഭാതയുടെ അടിസ്ഥാന ചിന്തയായിട്ട് നമുക്ക് എടുക്കാം. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ ആരുടെ മുമ്പിലും മുട്ടുകുത്താൻ ദൈവം നമ്മളെ വിടുകയില്ല. ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞാൽ ആരുടെ മുമ്പിലും കരയുവാനായിട്ട് ദൈവം വിടുകയില്ല. ഇവിടെ നമുക്കറിയാം, നമുക്കൊരു പിഴവുണ്ടെങ്കിൽ ആ പിഴവ് ചേർത്തായിരിക്കും നമ്മളെ ആളുകൾ പിന്നീട് കൂട്ടി വായിക്കുക. പടം ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ കർമ്മരാജന്റെ ഒരു അസാധാരണമായ പടമാണ്, നല്ല പടമാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള പടമാണ്. അതായത് സെമിനാരിലൊക്കെ വരുന്നതിന് മുമ്പ്. അപ്പൊ ഈ പവിത്രൻ എന്നുള്ള പേര്, പവിത്രൻ എന്ന് പറഞ്ഞാൽ ശുദ്ധം എന്നുള്ള, അല്ലേ? ശുദ്ധം എന്നുള്ള അർത്ഥം. അപ്പൊ പവിത്രൻ എന്ന് പറഞ്ഞാൽ ശുദ്ധനായ മനുഷ്യൻ എന്നുള്ളതാണ്. അയാളുടെ കൂടെ വരുന്നതല്ല, കള്ളൻ എന്നുള്ള പേരാണ്. അപ്പൊ അയാളുടെ ജീവിതത്തിൽ ഒരു കള്ളത്തരത്തിലേക്ക് കടന്നു പോയപ്പോഴത്തേന് അയാളുടെ പേര് കള്ളൻ പവിത്രൻ എന്നായി, അല്ലേ? നമ്മുടെ ചില ജീവിതത്തിൽ നമ്മുടെ ജീവിതമായിട്ട് നമ്മുടെ പേരിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ശരീരത്തിലുള്ള തിന്മകളുമായിട്ട് ബന്ധിപ്പിച്ച് ആളുകൾ നമ്മളെ വിളിച്ചു കൂട്ടും. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ ആ വീഴ്ചയായിട്ട് ചേർത്തും ആളുകൾ നമ്മുടെ പേരിനെ ചേർത്ത് വരും. മനുഷ്യൻ
വീഴ്ചകളുമായിട്ട് ചേർത്ത് വെച്ച് മനുഷ്യനെ പറ്റി സംസാരിക്കുമ്പോൾ ദൈവം വീഴ്ചകളെയല്ല നോക്കുന്നത്, മറിച്ച് അവന്റെ നന്മകളുമായി ചേർത്ത് ദൈവം അവനെ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീഴ്ചകളെ പറ്റിയല്ല കർത്താവ് ചിന്തിക്കുന്നത്, മറിച്ച് അവന്റെ നന്മകളെ പറ്റി ചിന്തിച്ച് നന്മയുമായിട്ട് ബന്ധിപ്പിച്ച് അവന്റെ പേര് കാത്തു സൂക്ഷിക്കാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗ്ഗത്തിൽ അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗ്ഗസ്നായ പിതാവിന്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നു. എനിക്ക് വേണ്ടി ഒരു ദൂതൻ സ്വർഗ്ഗത്തിലുണ്ട്. എന്നെ നിങ്ങൾ ചീത്ത വിളിക്കുമ്പോൾ അവിടെ ചെന്ന് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഈത കണക്കെഴുതുന്ന ആ ദൂതന് ദൈവത്തിന്റെ തിരുസന്നിധി പറഞ്ഞത്, കണ്ടോ ഇന്നടുത്ത് ചെന്നപ്പോൾ ഇന്നാലെ എല്ലാവരുടെ എന്റെ പ്രിയപ്പെട്ടവനെ ചീത്ത വിളിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കാവൽമാലാക്കന്മാർ ദൈവത്തിനുണ്ട്. അപ്പൊ നമ്മൾ കണക്ക് പറയേണ്ട ഒരു കാര്യമാണ് എന്നോട് ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണം. അവരെ ദൈവം ഏത് നിലയിലേക്ക് ഉയർത്തുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ എടുത്തുയർത്തുന്നവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ താഴെ വീഴും. പക്ഷെ ദൈവം തൊഴിച്ചാണ് ഉയർത്തുന്നത്. തൊഴിച്ചുയർത്തുമ്പോൾ അത് എവിടെ ചെന്ന് ചേരുമെന്ന് ശക്തൻ അവന്റെ ശക്തി അനുസരിച്ച്, ദൈവത്തിന്റെ ശക്തി അനുസരിച്ചായിരിക്കും ആ പന്തിന്റെ ഉയർച്ച. എല്ലാവരും എന്നെ കൈകൾ കൊണ്ട് താഴ്ത്തിടുമ്പോൾ ഇത്രയ്ക്ക് താഴ്ത്തലുള്ളൂ. പക്ഷെ എന്റെ ദൈവം എന്നെ ഉയർത്തുന്നത് തൊഴിച്ചാണ് ഉയർത്തുന്നത്. ശക്തനായവൻ എനിക്ക് തൊഴി തന്ന് ഉയർത്തുമ്പോൾ, മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ, ഞാൻ തൊഴിക്കപ്പെട്ടതായിട്ട് തോന്നുമ്പോൾ, അവിടെ എന്നെ ശക്തമായിട്ട് ഉയർത്തുവാൻ തക്കവണ്ണം കരുത്തുള്ളവനാണ് എന്റെ ദൈവം എന്നുള്ള ചിന്ത എപ്പോഴും നമുക്ക് വേണം. ദൈവം ഒരാളുടെ നന്മയെ എപ്പോഴും വ്യാഖ്യാനിച്ചെടുക്കുന്നു. നമ്മൾ കാണുന്നുണ്ട്, റാഹാബ് എന്ന് പറയുന്നവർ അവരുടെ ഭവനത്തില് അവരെ കൊണ്ടുവന്നിട്ട് ഒളിപ്പിച്ചിരുത്തി അവരെ സുരക്ഷിതമായിട്ട് എത്തിച്ച് ആ ഒരു നന്മയാണ് ദൈവം കണ്ടത്. അവരുടെ നൂറുകണക്കിന് തിന്മകളല്ല ദൈവം കണ്ടത്, ആ ഒരു നന്മയാണ് ദൈവം കാണുന്നത്. ഇതുപോലെ എന്നിലും നിങ്ങളിലും ഒരു ചെറിയ നന്മയെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ അത് മറക്കില്ല എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ നോക്കുക, പാവനിയായ സ്ത്രീയെ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവള് കരയുകയാണ്. അവള് നാദ്യം തൈലം അവന്റെ പാദത്തില് ഒഴുക്കുകയാണ്. ആ സമയത്ത് കൂടെ നിൽക്കുന്നവരും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും എല്ലാവരും അവളെ വിധിക്കുന്നത് കടൽപത്രനെ വിധിച്ചതുപോലെ അവളുടെ പിഴവുകളെ പറ്റിയുള്ള ചിന്തകളാണ് എല്ലാവരും ഉള്ളത്. അവിടെ ഇന്ന ആളാണ്, അവിടെ സ്വഭാവം നമുക്കറിയാം. അങ്ങനെ പല രീതിയിൽ ആളുകൾ പലരും ഓരോ ജഡ്ജിമാരായിട്ട് മാറി അവരെ വിശകലനം ചെയ്യുമ്പോൾ കർത്താവ് അവളോട് കാണിക്കുന്ന കാര്യം എന്താണ്? അവന്റെ പാദത്തിൽ ഒഴിച്ച തൈലം അവിടെ പാദത്തിലല്ല വീണത്, അവന്റെ ചങ്കിലാണ് വീണത്. ആ ചങ്കി വീണപ്പോൾ അവൻ അവിടെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ സമൂഹം ഇവിടെ തള്ളി മാറ്റിയില്ലേ? നിങ്ങൾ എനിക്ക് തരാത്തത് പലതാണ്. എനിക്ക് തരാത്തതെല്ലാം തരാൻ തക്കവണ്ണം ഈ പാവപ്പെട്ട സ്ത്രീയെ അത്രയും നന്മ എന്നോട് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയല്ലേ നിങ്ങളുടെ പേരോട് ചേർത്ത് ഇവരുടെ പേര് പറയരുത് എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ പേരോട് ചേർത്ത്, ദൈവത്തിന്റെ പേരോട് ചേർത്ത് ഈ പാദത്തിൽ നിന്ന് കരയുന്നവരുടെ പേരിനെ നിങ്ങൾ കൂട്ടി വായിച്ചു കൊടുക്കുക. മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും. ഇവളൊന്നും ഓർക്കപ്പെടും. ഞാൻ 2026 വർഷം കഴിഞ്ഞിട്ട് അന്ന് നടന്ന ആ സംഭവം ഞാൻ പറയുന്നതിൽ ദൈവത്തിന്റെ വാക്കുകളൊന്നും പാഴായി പോകുന്നില്ല. ആകാശം കടന്നു പോകും, ഭൂമി കടന്നു പോകും, ഋതുക്കൾ മാറി മറിഞ്ഞേക്കാം. പക്ഷെ ദൈവത്തിന്റെ വചനം മാറ്റപ്പെടാത്ത വചനമാണ്. ദൈവത്തിന്റെ വചനം മാറ്റപ്പെടാത്ത വചനമാണ്. അത് മറ്റേലും മാംസത്തിൽ കടന്നു ചെല്ലുന്നതാണ്. ഇരുതവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. വചനത്തോട് തീവ്രമായി അഭിനിവേശം നമ്മൾ കാണിക്കുക. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ധന്യേ കന്യ